നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മൾ പല ആളുകൾക്കും പണം അയക്കാറുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കും പല ആളുകളും ഗൂഗിൾ പേയിൽ പണം അയച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. കാരണം വീട്ടുകാരറിയാതെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരറിയാതെയോ പണം അയച്ചു കൊടുക്കുന്നോ അല്ലെങ്കിൽ മറ്റാരുടെയും പണം കടം വാങ്ങുന്നോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ പ്രൊഫൈൽ എങ്ങനെ നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മറച്ചു വെക്കുക, ഇനി മറച്ചു വെച്ച പ്രൊഫൈൽ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഗൂഗിൾ പേ ഉപയോഗിച്ചാൽ മാത്രം വരെ ഗൂഗിൾ പേക്കകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. ചില സമയങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം തന്നെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ പേയിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കോൺടാക്ട്സുകളിവിടെ കാണുന്നുണ്ട്. നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്ത വ്യക്തികളും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്തതൊക്കെ അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് കോൺടാക്റ്റുകൾ നമുക്ക് പണം അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കോൺടാക്റ്റ് പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി ആ വ്യക്തിക്ക് നമ്മൾ പണം അയച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മറച്ചു വെക്കുക എന്നുള്ളത് കാണിച്ചുതരാം ആദ്യം. ഇപ്പോൾ നമ്മൾ ആരെയാണോ മറച്ചു വെക്കണമെങ്കിൽ ആ വ്യക്തി ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ പ്രൊഫൈൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ കാണാം ഹൈഡ് ഫ്രം ദിസ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ. അതായത് ആ വ്യക്തിയെ നമ്മുടെ ഗൂഗിൾ പേ ആരെങ്കിലും ഓപ്പൺ ചെയ്താൽ കാണാതിരിക്കുന്നതിന് വേണ്ടി ഇത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ ഇവിടെ നിന്ന് പോയി കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ഇവിടെ കാണാനില്ല. അതുപോലെ നിങ്ങൾക്ക് ആരുടെ പ്രൊഫൈൽ വേണമെങ്കിലും ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാൻ ശേഷം ഹൈഡ് ഫ്രം ദിസ് സ്ക്രീൻ എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്ക്രീനിൽ നിന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി അയാളെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ആരുടെ പ്രൊഫൈലാണോ അയാളുടെ പേരോ അല്ലെങ്കിൽ അയാളുടെ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ആ പ്രൊഫൈൽ നമുക്ക് കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺടാക്ട്സ് ഒക്കെ അവിടെ കാണാൻ സാധിക്കുകയും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട്. ഇത് ഒന്നാമത്തെ ഫീച്ചർ. ഇനി നമുക്ക് കോൺടാക്റ്റിൽ നമ്മൾ പണം കൊടുത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സൗകര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. രണ്ടാമത്തെ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾക്ക് ഒരാൾ പണം അയച്ചു തന്നു, അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഒരു വ്യക്തിക്ക് പണം അയച്ചു കൊടുത്തത് ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. നമ്മളിപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാലും ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗൂഗിൾ പേ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. സെറ്റിങ്സ് ഓപ്ഷൻ കാണും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ കാണുന്ന സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ കാണുന്നത് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ചെറിയൊരു ബ്ലൂ ലെറ്ററിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ പേഴ്സണലൈസേഷൻ വിത്തിൻ ഗൂഗിൾ പേ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജ് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓരോ പേയ്മെൻറ്റും ആർക്ക് അയച്ചു, എത്രയാണ് പേയ്മെൻറ്റ് അയച്ചത്, നമുക്ക് ഇങ്ങോട്ട് വന്ന് എത്രയാണ്, അങ്ങോട്ട് അയച്ച എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിലേത് പേയ്മെൻ്റ് ആണോ ഏത് ദിവസത്താണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന ഈ ഇൻറ്റു ബട്ടൺ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏത് പേയ്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ ഡിലീറ്റ് ചെയ്ത പേയ്മെൻറ്റ് ആര് തുറന്നു നോക്കിയാലും പിന്നെ അത് കാണാൻ സാധിക്കില്ല. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും നമ്മൾ പരിചയപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.